ദക്ഷിണേഷ്യൻ മേഖലയിൽ ചൈന തങ്ങളുടെ സൈനിക സ്വാധീനം വർദ്ധിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നത് പുതിയ പ്രാധാന്യം നേടുകയാണ്. നേപ്പാളുമായി സംയുക്ത സൈനികാഭ്യാസം നടത്താനുള്ള ചൈനയുടെ തീരുമാനം ഈ നീക്കത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. സാഗർമാത ഫ്രണ്ട്ഷിപ്പ് എന്ന പേരിട്ടിരിക്കുന്ന ഈ അഭ്യാസം സെപ്റ്റംബർ 6 ആരംഭിക്കുമെന്നാണ് നേപ്പാൾ പ്രതിരോധ മന്ത്രാലയം വക്താവ് മനോജ് കുമാർ ആചാര്യ അറിയിച്ചത്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള 5ാമത്തെ സംയുക്ത സൈനിക അഭ്യാസമാണ്. സെപ്റ്റംബർ 6 മുതൽ 9 ദിവസത്തേക്ക് നേപ്പാളിൽ വെച്ചാണ് ഈ പരിശീലനം നടക്കുന്നത്. ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ദുരന്ത നിവാരണം, രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവയിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുക, ചെക്ക് പോസ്റ്റുകൾ സുരക്ഷിതമാക്കുക, സായുധ ഇടപെടലുകൾ നടത്തുക തുടങ്ങിയ വിഷയങ്ങളിൽ പ്രായോഗിക പരിശീലനം നൽകും. 2017 ആദ്യമായി ആരംഭിച്ച ഈ അഭ്യാസം കോവിഡ് മഹാമാരി കാരണം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയായിരുന്നു. 2023 ഇത് പുനരാരംഭിക്കുകയും ചെയ്തു. 2025 ഈ വർഷത്തെ അഭ്യാസത്തിന്റെ വേദി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ത്യയുമായി അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന ലിപുലേഖ്, കാലാപാനി മേഖലയിലെ സംഘർഷങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് നേപ്പാളിന്റെ ഈ നീക്കം എന്നത് ശ്രദ്ധേയമാണ്. അതേസമയം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഗാൽവാൻ സംഭവത്തിന് ശേഷം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നുണ്ട്. ചൈനീസ് ഉദ്യോഗസ്ഥരുടെ ഇന്ത്യയിലേക്കുള്ള സന്ദർശനങ്ങളും ഇതിന്റെ ഭാഗമാണ്. നേപ്പാളിന് പുറമെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളുമായും ചൈന സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാന് വൻതോതിൽ സൈനിക ഉപകരണങ്ങൾ നൽകിക്കൊണ്ടാണ് ചൈന തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുന്നത്. ബംഗ്ലാദേശിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ അടുത്തിടെ ചൈനയിലെ സൈനിക കേന്ദ്രങ്ങൾ സന്ദർശിച്ചിരുന്നു. ദക്ഷിണേഷ്യയിലെ മിക്ക രാജ്യങ്ങളുമായും പ്രതിരോധ രംഗത്ത് സഹകരിക്കാൻ ചൈന സജീവമായി ശ്രമിക്കുന്നുണ്ട്. ഈ നീക്കങ്ങളെ ഇന്ത്യ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഇന്ത്യക്ക് നേപ്പാളുമായി വളരെ കാലം നീണ്ടു നിൽക്കുന്ന സൈനിക ബന്ധങ്ങളുണ്ട്. സൂര്യകിരൺ എന്ന പേരിലുള്ള സംയുക്ത സൈനിക അഭ്യാസം കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി എല്ലാ വർഷവും നടക്കുന്നുണ്ട്. 300-ലധികം സൈനികർ ഇതിൽ പങ്കെടുക്കുന്നുമുണ്ട്. ദുരന്ത നിവാരണം, മാനുഷിക സഹായം, ഉയർന്ന പ്രദേശങ്ങളിലെ യുദ്ധമുറകൾ എന്നിവയിലാണ് ഈ അഭ്യാസത്തിൽ പരിശീലനം നൽകുന്നത്. ഇന്ത്യൻ സൈന്യത്തിൽ ഗൂർഖ സൈനികർ വലിയ സംഖ്യയിൽ ഇപ്പോഴും സേവനം ചെയ്യുന്നുണ്ട്. നേപ്പാൾ സൈന്യം US സേനയുമായും വിവിധ ഉഭയകക്ഷി പരിപാടികളിലൂടെ പരിശീലനം നേടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ചൈനയുമായുള്ള പതിവ് സൈനിക സഹകരണം നേപ്പാളിന്റെ സുരക്ഷാ നയങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകുന്നുണ്ട്. കാഠ്മണ്ഡുവിന്റെ ഈ നീക്കം ദക്ഷിണേഷ്യൻ സുരക്ഷാ സാഹചര്യങ്ങളിൽ പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് എന്ന് ഇന്ത്യൻ പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള ചൈനയുടെ നയതന്ത്ര നീക്കങ്ങൾ ദക്ഷിണേഷ്യൻ മേഖലയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥയെ സാരമായി ബാധിക്കുന്നുണ്ട്. നേപ്പാളുമായുള്ള സംയുക്ത സൈനിക അഭ്യാസം സാഗർമാത ഫ്രണ്ട്ഷിപ്പ് എന്ന പേരിൽ സെപ്റ്റംബർ 6 ആരംഭിക്കുന്നതോടെ ഈ തന്ത്രപരമായ മാറ്റം കൂടുതൽ വ്യക്തമാകുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള 5ാമത്തെ സംയുക്ത പരിശീലനമാണിത്. കോവിഡ് മഹാമാരി കാരണം 2020 നിർത്തിവെച്ച ശേഷം 2023 പുനരാരംഭിച്ച ഈ അഭ്യാസം ചൈനയും നേപ്പാളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. പാകിസ്ഥാന് വൻതോതിൽ സൈനിക സാമഗ്രികൾ നൽകിയും ബംഗ്ലാദേശുമായി പ്രതിരോധ ബന്ധങ്ങൾ ശക്തമാക്കിയും ചൈന ഈ മേഖലയിലെ തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിക്കുന്നത് ദശാബ്ദങ്ങളായുള്ള പ്രതിരോധ നയതന്ത്രത്തിന്റെ തുടർച്ചയാണ്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി നിർമ്മിച്ച തുറമുഖങ്ങൾ, റോഡുകൾ, പാലങ്ങൾ എന്നിവ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള സാധ്യതയും ഈ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ഉദാഹരണത്തിന് ശ്രീലങ്കയിലെ ഹമ്പൻ തോട്ട തുറമുഖം ചൈനയുടെ ഒരു തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രമായി മാറുമോ എന്ന ആശങ്ക ഇന്ത്യക്ക് ശക്തമാണ്. അതേസമയം നേപ്പാളിന് ഇന്ത്യയുമായി ചരിത്രപരവും സാംസ്കാരികപരവുമായ ശക്തമായ ബന്ധമുണ്ട്. സൂര്യകിരൺ എന്ന സംയുക്ത സൈനിക അഭ്യാസം ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിന്റെ ഒരു പ്രധാന ഉദാഹരണമാണ്. ഏകദേശം 2 പതിറ്റാണ്ടുകളായി ഈ പരിശീലനം ഇരു രാജ്യങ്ങളിലെയും സൈനികർക്ക് പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം നൽകുന്നു. ഇന്ത്യയുടെ ഗൂർഖ റെജിമെന്റിൽ നേപ്പാളി സൈനികർ പ്രവർത്തിക്കുന്നു എന്നതും ഈ ബന്ധത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. എന്നിരുന്നാലും നേപ്പാളിന്റെ സൈനിക നയതന്ത്രത്തിൽ ചൈനയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്ന പ്രാധാന്യം ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്ക് വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. ലിപുലേഖ്, കാലാപാനി അതിർത്തി തർക്കങ്ങൾ പോലുള്ള വിഷയങ്ങൾ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു തണുപ്പൻ നിലപാട് സൃഷ്ടിച്ചു. ഈ സാഹചര്യത്തിൽ നേപ്പാളിന്റെ സൈനിക കൂട്ടുകെട്ടുകൾ വൈവിധ്യവൽക്കരിക്കാനുള്ള തീരുമാനം ശ്രദ്ധേയമാണ്. ഈ നീക്കങ്ങൾ ചൈനയുടെ വിശാലമായ സ്ട്രിംഗ് ഓഫ് പേൾസ് തന്ത്രത്തിന്റെ ഭാഗമായി പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ചൈന നടത്തുന്ന തുറമുഖ നിർമ്മാണങ്ങളും സൈനിക കരാറുകളും ഈ തന്ത്രത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയെ ചുറ്റിപ്പറ്റിയുള്ള രാജ്യങ്ങളുമായി സൈനിക സാമ്പത്തിക ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ചൈന തങ്ങളുടെ മേഖലയിലെ ശക്തി വർദ്ധിപ്പിക്കുന്നു. ഈ നീക്കങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ സുരക്ഷാ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. അതിനാൽ ഇന്ത്യയുടെ വിദേശ
വിദേശ പ്രതിരോധ നയങ്ങൾ ഈ പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റി എഴുതേണ്ടത് അത്യാവശ്യമാണ്. അതേസമയം നേപ്പാൾ പോലുള്ള ചെറു രാജ്യങ്ങൾക്ക് വലിയ ശക്തികളായ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ സന്തുലിതമായ ഒരു വിദേശ നയം രൂപീകരിക്കേണ്ടത് അവരുടെ നിലനിൽപ്പിനും സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമാണ്.